നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാട്ടാള സിനിമയെ കുറിച്ചല്ല. അത് ഞാൻ ആദ്യം തന്നെ ക്ലിയർ ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതിൽ മെൻഷൻ ചെയ്തു പോകുന്ന മാർക്കോ സിനിമയുടെ പ്രീക്വൽ ആയിട്ടുള്ള ലോർഡ് മാർക്കോ, പിന്നെ സീക്വൽ അവർ ലീഡ് കൊടുത്ത മാർക്കോ 2 സിനിമകളെ കുറിച്ചാണ്. ഇതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാട്ടാളനെ കൊണ്ടുവരുന്നില്ല, കാരണം അതിലൂടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത യൂണിവേഴ്സിനെ പറ്റി പലർക്കും പല അഭിപ്രായമുണ്ട്. ഇതൊരു സ്കാം ആണെന്ന് വരെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിലേക്കൊന്നും പോണില്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കോയുടെ വേൾഡിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, കാട്ടാളനിലൂടെ ഈ യൂണിവേഴ്സ് ഉണ്ടാക്കി മാർക്കോയെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അത്ര വലിയ കണക്ഷൻ ഇല്ല. പക്ഷെ ആ 2 പോസ്റ്റ് സീനുകൾ അത് കാട്ടാളന്റേത് മാത്രമല്ല, അത് മാർക്കോ 2ന്റെയും ലോർഡ് മാർക്കോയുടെയും കൂടി ഒരു ലീഡായിരുന്നു. ആ 2 സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മാർക്കോ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. മാർക്കോ സിനിമയുടെ ഒടുക്കത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ലോഗോ ഉണ്ട്, ഗാബ്രിയൽ ഹീതർ 616. അപ്പൊ ഈ ലോഗോയുടെ ഡിസൈൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഒരു ഇല്ലൂമിനാറ്റിയുടെ ഒരു ചെറിയ ടച്ച് ഒക്കെ ഉണ്ട്. അതൊരു കോൺസ്പിറസി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൊടുത്തായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു നമ്പറും 616, ഈ 616 എന്ന് പറയുന്ന നമ്പർ കുറച്ചു പേരെങ്കിലും മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മാർവലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ വഴിയുണ്ട്. മാർവലിന്റെ ഒരു പ്രധാന കോമിക് യൂണിവേഴ്സ് ആണ് എർത്ത് 616. ഈ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സ് കോഡാണ്. ഇതിനെ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചെറുതായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. അതായത് മാർവൽ ഈ എർത്ത് 616 എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സ് കോഡാണ്. ഒരുപാട് യൂണിവേഴ്സുകൾ അടങ്ങുന്ന ഒരു മൾട്ടിവേഴ്സിലെ യൂണിവേഴ്സുകളുടെ കോഡ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എർത്ത് 616, എർത്ത് 19999, എർത്ത് 1610. ഇതെല്ലാം ഈ മൾട്ടിവേഴ്സിനുള്ളിലെ യൂണിവേഴ്സുകളാണ്. പാരലൽ വേൾഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പലതിലും ഒരേ ആൾക്കാരുണ്ടെങ്കിലും ചിലപ്പോ കഥ മാറാം, സാഹചര്യം മാറാം, ടൈം ലൈൻ മാറാം, എന്തിന് ആൾക്കാർ വരെ മാറാം. ഇത് വെച്ചിട്ടൊരു ഭീകര സംഭവം ഒന്നും അല്ല ഞാൻ പറയുന്നത്. അയ്യോ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, ശരിക്കും ഇതുകൊണ്ടൊന്നും ഒന്ന് കണക്ട് ചെയ്യല്ലേ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതിൽ നിന്ന് വേണമെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാക്കാം. നമ്മളൊരു പടത്തിൽ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ MCU തന്നെയാണ്. ഇതിനെപ്പറ്റി ഒരു ചെറിയ റിസർച്ച് നടത്തുമ്പോൾ ഈ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല. അതൊരു റാൻഡം കോഡാണെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പടം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് പടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹോളിവുഡ്, അവിടെ എന്ത് പരിപാടി നടക്കും. അവിടെ ഏലിയൻസ് വരാം, യൂണിവേഴ്സ് മാറും, ഗാലക്സി മാറും, അവിടെ മൊത്തം ഇമാജിനറി വേൾഡ് ആണല്ലോ. നമ്മുടെ ഇൻഡസ്ട്രിയിലൂടെ വരുമ്പോഴത്തേക്ക് മൊത്തം റിയലിസ്റ്റിക് ആയതുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് അങ്ങോട്ട് വർക്ക് ആവത്തില്ല, ഓർഡറാന്ന് പറയും. അപ്പൊ നമുക്ക് കബ്രാലിലേക്ക് വന്നാൽ, ഇതൊരു വലിയ കാട്ടലാണ്, ഒരു ചെറിയ നെക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. കാട്ടാളനിൽ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വലിയ ഇല്ലീഗൽ ട്രാഫിക്കിംഗ് റിംഗ് ആണ്. അതിൽ ഗോൾഡ്, ഐവറി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വരും. ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണ്. ഇവർക്ക് താഴെയും ഒരുപാട് കാർട്ടലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു സിൻഡിക്കേറ്റ് ആണ് ഈ അഡാട്ടൊക്കെ. ഈ കബ്രാളിന്റെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് ലോകേഷ് കനകരാജിനെയാണ്. ലിയോ കബ്രാൾ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണോ മെയിൻ, അതോ അയാൾക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടായിരിക്കും, ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പൊ ഈ കബ്രാളിനെ ആദ്യമായി കാണിക്കുന്നത് മാർക്കോയിലാണ്. മാർക്കോ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് കൊച്ചുമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന മാർക്കോയുടെ അടുത്തേക്ക് ഈ കബ്രാളിന്റെ കാറുകൾ വരുന്നതായി കാണിക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ മറ്റേ കൊച്ചും കാണാതാവുന്നുണ്ട്. അവര് മാർക്കോയെ തപ്പി പണി കൊടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പൊ അവര് മാർക്കോയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഈ കബ്രാളിനെ കാണിക്കുന്നത് ഇപ്പോ കാട്ടാളനിലാണ്. ഈ കബ്രാളിന്റെ ഒരു ഐവറി സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു കാർട്ടലിൽ പിടിച്ചെടുക്കുമ്പോൾ അതെനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അഡാട്ട് ജോർജിനെ വിളിച്ച് വരട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ലീഡ് ഇവിടേക്കും മാർക്കോ 2ലേക്കും പോകാനുള്ള ഒരു സാധ്യത അവരവിടെ തുറന്നിടുന്നുണ്ട്. പക്ഷെ ഉണ്ണി മുകുന്ദനെ വെച്ചത് പ്രാക്ടിക്കലായി നടക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ്, അറിയാലോ. അപ്പോ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരാം. ലോർഡ് മാർക്കോ. മാർക്കോ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ആരംഭിക്കുന്നത് തന്നെ ലോർഡ് മാർക്കോ എന്ന് പറയുന്ന പേര് കാണിച്ചുകൊണ്ടാണ്. അതായത് ഈ അഡാട്ട് ഫാമിലിയുടെ ഒരു ഫാമിലി ട്രീ കാണിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന മാർക്കോയും ജോർജ് പീറ്ററും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. ഈ ബ്ലഡ് ലൈന്റെ ഒറിജിൻ ആണ് ലോർഡ് മാർക്കോ. അഡാട്ട് കാരണവരെന്നൊക്കെ മാർക്കോയിൽ പറയുന്നുണ്ട്. ഈ ഫാമിലിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അണ്ടർവേൾഡിലാണ്. ഈ കബ്രാൾ പോലുള്ള നെക്സസ് വരെ ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിൽ പോലും ഒരു ഹെൽപ്ഫുൾ ഓർഡർ ഒക്കെ കൊടുക്കണമെങ്കിൽ ഭൂതകാലം പീക്കാണ്. അതായത് ലോഡ് ആളൊരു സംഭവമായിരിക്കും. ആരാണ് ലോർഡ് മാർക്കോ എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഈ ലോഡ്, മാർക്കോയ്ക്ക് മുമ്പിൽ എന്തിനാണ് ഈ ലോഡ്? അതിനർത്ഥം ഇവർ ഇന്ത്യൻസ് അല്ല, യൂറോപ്യൻ ആണ്, ബ്രിട്ടീഷ് ഫാമിലിയാണ്. ബ്രിട്ടനിൽ നൂറ്റാണ്ടുകളായി ഒരു അരിസ്റ്റോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്. അതായത് പ്രഭുവർഗ സംവിധാനം. അവിടുത്തെ രാജാവിനോ രാജ്ഞിക്കോ താഴെ വലിയ സമ്പത്തും പൊളിറ്റിക്കൽ പവറുള്ള കുടുംബങ്ങളെയാണ് പ്രഭുക്കൾ എന്ന് വിളിച്ചിരുന്നത്. ആ കുടുംബങ്ങളിലെ പുരുഷന്മാരെയാണ് ലോർഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഇന്ത്യയിൽ എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ
1700 മുതൽ 1947 വരെയുള്ള കാലയളവിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഇന്ത്യ ഭരിക്കാൻ വന്ന ഉദ്യോഗസ്ഥരിൽ പലരും ബ്രിട്ടീഷ് പ്രഭുവർഗത്തിൽപ്പെട്ടവരായിരുന്നു. ഈ ലോർഡ് വെല്ലസ്ലി, ലോർഡ് വില്യം ബെന്റിക്, ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നാ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ടൈം ലൈൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ഈ ലോർഡ് മാർക്കോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് കേരളത്തിൽ അവസാനത്തെ ബ്രിട്ടീഷ് ലോർഡുകളിൽ ഒരാൾ. ടൈം ലൈൻ നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ്. ഇതിൽ ജോർജിന്റെ അപ്പൂപ്പനാണ് ലോർഡ് മാർക്കോ. ജോർജിന്റെ ഏജ്, അയാളുടെ ഫാദറിന്റെ ഏജ് എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ലോർഡ് മാർക്കോയുടെ ടൈം ലൈൻ 1900-നും 1960-നും ഇടയിലാണ്. സോ ഇതൊരു പീരിയോഡിക് പടമാണ്. കാട്ടാളൻ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ തന്നെ ലോർഡ് മാർക്കോ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പടം എഴുതി സംവിധാനം ചെയ്യുന്നത് ഹനീഫ് അദേനി തന്നെയാണ്. രവി ബസ്രൂർ തന്നെയാവും മ്യൂസിക്. ക്യൂബ്സിന്റെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ഇത്. ബ്ലഡ് ബാത്ത് ആണ്. ലോർഡ് മാർക്കോയുടെ അനൗൺസ്മെന്റ് ടീസർ കാട്ടാളനിൽ കാണിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വലിയ സ്കെയിലിൽ വരുന്ന ഒരു പടമാണ്. ഭയങ്കര സംഭവമായിരിക്കും. മലയാളത്തിൽ അങ്ങനെ പീരിയോഡിക് ആക്ഷൻ ഒന്നും ആരും പിടിച്ചിട്ടില്ല. ഈ KGF, ഇപ്പോ ടോക്സിക് പോലെ മലയാളത്തിൽ വരാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ സിനിമ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ടീസറിലും ഡീകോഡ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്. അപ്പോ അവരത് ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ആരാണ് ലോർഡ് മാർക്കോയിൽ വരാൻ പോകുന്നത്? കുറെ മുമ്പ്, അതായത് ഈ ലോർഡ് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആ ഒരു പിക്കൊക്കെ വന്ന ടൈമിൽ അത് യാഷ് ആയിരിക്കും എന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു. പിന്നീട് മമ്മൂക്ക ലോർഡ് മാർക്കോ ആയിട്ട് വരുമെന്നൊക്കെ അപ്ഡേറ്റ് വന്നു. പിന്നെ കാട്ടാളൻ റിലീസിന് മുമ്പ് ലാലേട്ടൻ ലോർഡ് മാർക്കോ വരുമെന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റൂമർ വന്നു. പക്ഷെ പടത്തിൽ അത് ആരാണെന്ന് അങ്ങോട്ട് റിവീൽ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യാഷ് ആയിരിക്കില്ല. പിന്നെയുള്ള സാധ്യത ലാലേട്ടന് മമ്മൂക്കയാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് മൊത്തത്തിൽ ഈ ഹിഡൻ ഡീറ്റെയിൽസിന്റെ പരിപാടിയാണല്ലോ. അതിൽ ലോർഡ് മാർക്കോയെ കാണിച്ചിട്ട് ആദ്യം റിവീൽ ചെയ്യുന്നത് ലോർഡിന്റെ എല്ലാണ്. ആ എല്ല് കണ്ടപ്പോ ആദ്യം വിചാരിച്ച് ലാലേട്ടനായിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ മാർക്കോയുടെ എമ്മും കാണിച്ചു. അപ്പൊ വിചാരിച്ച് ഇനി മമ്മൂക്കയാണോ? ഈ എല്ലും എമ്മും കാണിച്ചാണ് ലോർഡ് മാർക്കോ എന്ന് പറയുന്ന ടൈറ്റിൽ റിവീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവർ ഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചതും അത് തന്നെയാണ്, L or M. ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക. ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ലോർഡ് മാർക്കോ ആയി വരും. ലാലേട്ടൻ, മമ്മൂക്ക, ഇവർ രണ്ടുപേരിൽ ആരുടെ പടമായി ലോർഡ് മാർക്കോ വന്നാലും അത് അവരുടെ കരിയറിൽ എവറസ്റ്റ് ഹൈപ്പ് കാണിക്കാൻ പോകുന്ന പടമായിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ ലോർഡ് മാർക്കോ ആയിട്ട് ലാലേട്ടൻ വന്നാലും മമ്മൂക്ക വന്നാലും നൈസാണ്. ലാലേട്ടൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. പക്ഷെ ആസ് എ ലാലേട്ടൻ ഫാൻ മമ്മൂക്ക ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ആ ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള ലുക്ക് അതൊക്കെ വൻ ആപ്റ്റ് ആയിരിക്കും. പുള്ളിക്ക് എടുത്താൽ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ രണ്ടുപേരിൽ ആര് വന്നാലും ഞാൻ ഹാപ്പിയാണ്. പടം നന്നാവണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യും. അപ്പോ ഇത്രയാണ് ലോർഡ് മാർക്കോയെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ. എന്തായാലും അവർ ആ ടീസർ റിലീസ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഓക്കെ, ബൈ.